എനിക്കറിയില്ല, ഒന്നും അറിയില്ല. ആ സീനില് ഹോട്ടലിൽ വന്ന് ഈ സീനില് വിപിൻ പറഞ്ഞു, ചേച്ചി ചേച്ചി കുറച്ചൊക്കെ കയ്യിൽ നിട്ടോളാൻ പറഞ്ഞു. ഞാനങ്ങ് കയ്യിൽ നിടാൻ തുടങ്ങി. ഞാൻ ആ സീന് കാണില്ല ഇപ്പോഴും, നേരെ ഉണ്ട് സത്യമായിട്ട്. കാരണം കാണുമ്പോ എനിക്ക് അപ്പൊ അതുവരെ എല്ലാവരും പറഞ്ഞു ആ സീനിലാണ് ഇരിക്കുന്നത്, എന്തോ കാര്യം. ഞാൻ പറഞ്ഞില്ലേ, ട്രോള് ചേട്ടന്മാര് നീണാൽ വാഴട്ടെ എന്നൊക്കെ ഞാൻ ആരംഭിക്കും. ഒരുപാട് പേര് അത് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. അത് ബേസിൽ അത് ആ സീന് മാത്രമായിട്ട് ഷെയർ ചെയ്ത്. രണ്ട് നീല ശരിയിലല്ലേ കാര്യം, നീ മനസ്സിരുത്തി ഒന്ന് ബലമായിട്ട് ആലോചിക്കും. രമേ, കോമഡി ചെയ്യാനാണോ ഇഷ്ടം അതോ സീരിയസ് കഥാപാത്രം ചെയ്യാനാണോ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, കിട്ടുന്നത് എന്ത് ചെയ്യും, വന്നാ മതി. ചെയ്യുന്ന സിനിമകള് ടിവിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാണും. ആദ്യത്തെ ഒക്കെ കാണുമായിരുന്നു, ഫാലിമയൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. ആ സീന് മാത്രം, മറ്റൊന്നും കാണില്ല. ചേട്ടാ, എന്റെ സീനുകൾ എടുത്ത് ഞാനിങ്ങനെ ചെയ്തതൊക്കെ കാണും. അതെന്റെ ഒരു ആത്മനിധിയാണ്. മൊത്തത്തില് അവസാനത്തെ ദിവസം എല്ലാവരും, ക്രൂസും ഡയറക്ടറും ഒക്കെ ഒന്നിച്ച് കൈയടിച്ച് ഭയങ്കരമായിട്ട്, എനിക്കത് ഭയങ്കര സന്തോഷം. ഇനി ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ക്യാരക്ടേഴ്സ് ഏതൊക്കെയാ? അങ്ങനെയൊന്നുമില്ല, ഏത് ക്യാരക്ടർ ചെയ്യാമെന്ന് വിളിച്ചാലും പോകും. ഹലോ, ഹായ്, നമസ്കാരം. ഏവർക്കും ഇൻഫ്രേ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം കൂടെ എത്തിയിരിക്കുന്നത് എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം റീന ചേച്ചിയാണ്. വെൽക്കം ചെയ്യാം. വെൽക്കം ടു ഇൻഫ്രേ മീഡിയ. നമസ്കാരം. നമസ്കാരം ചേച്ചി. കുറെ ആയി നമ്മൾ ഇങ്ങനെ ചെയ്യാന്നും പറഞ്ഞു. അതെ, കുറെ അങ്ങ് നീട്ടി വെച്ചിട്ട് ഇന്നാണ് ആ ഒരു നല്ലൊരു ദിവസം വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ചേച്ചി ഏറ്റവും പുതിയ വിഷയം? കുറെ നാളുകൊണ്ട് ഞാൻ കുറച്ച് ഓട്ടത്തിലാണ്. അപ്പോഴാ പ്രിയ വിളിക്കുമ്പോഴെല്ലാം ഇങ്ങനെ മാറി 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 പോകുന്നുണ്ടായിരുന്നല്ലേ. നല്ല വിശേഷമാ. വാഴ റിലീസ് കഴിഞ്ഞിട്ട് വർക്കുകൾ വരുന്നുണ്ട്. കുറച്ച് അത്യാവശ്യം ഇപ്പൊ ഞാൻ ഗോകുലം മൂവീസിന്റെ പുതിയ പടം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ അതിന്റെ ഷൂട്ട് തുടങ്ങിയത്. നല്ല ക്യാരക്ടർ അത്. പിന്നെ ഇടയ്ക്ക് കുറച്ച് ആഡ് ചെയ്തു. അങ്ങനെയൊക്കെ നന്നായിട്ട് പോകുന്നല്ലേ? നന്നായിട്ട് പോകും. അതെ, ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാല് ഇപ്പൊ സ്കൂളും കോളേജും ഒക്കെ തുറന്ന ടൈം ആയതുകൊണ്ട് നമ്മുടെ ആൽഫ മോം എന്ന് പറയുന്ന ഒരു സാധനം കറങ്ങി നടക്കുന്നുണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട്. കാണാറുണ്ടോ ചേച്ചി? ഞാൻ കാണാറുണ്ട്. മറ്റേ അതിരടിയുടെ സീന് അതില് ഞാൻ കുറച്ചേ ഉള്ളൂ. ഷെർഷ ഷെരീഫിന്റെ അമ്മയായിട്ടാണ് ഞാനിതില്. വളരെ കുറച്ചാ, പക്ഷെ എന്നെ ട്രോള് ചേട്ടന്മാരാണ് എന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുറച്ച് സീനുള്ളെങ്കിലും ആ വരുന്ന ഭാഗമാണെങ്കിലും ആ പോലീസ് സ്റ്റേഷനിലെ ഭാഗമൊക്കെ ആണെങ്കിലും ഇപ്പോഴും കറങ്ങി നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇത് കാണുകയാണ്. അപ്പൊ എന്താ തോന്നുന്നത്? ഫ്രണ്ട്സ് ഒക്കെ അയച്ചു തരാറുണ്ട് ഇത് കാണുമ്പോഴത്തേക്കും. പിന്നെ ഞാൻ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഇത് കാണുമ്പോഴത്തേക്ക്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ അഭിനയിച്ച മുഖ്യ സിനിമകളിലും ഞാൻ ചെയ്ത ആ ക്യാരക്ടേഴ്സ് ഒക്കെ ട്രോളായിട്ടൊക്കെ അവിടെ ഇവിടെ ആയിട്ടെല്ലാം, ഇപ്പൊ വാഴയിലായാലും പിന്നെ വ്യസനസമേതം, ഫാലിമി ഒക്കെ ട്രോള് വരുന്നുണ്ട്. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒരുപാട് പേരിൽ അത് എത്തപ്പെടുന്നുണ്ട് എന്നൊക്കെ ഇതാക്കുമ്പോഴത്തേക്ക് നമുക്കത്. പിന്നെ എല്ലാം ഈ പറഞ്ഞ ഒരു ചിലത് ചെറിയ ക്യാരക്ടേഴ്സ് ആയിരിക്കും, ചെറുതായിരിക്കും. ഫാലിമിയിലൊക്കെ ഞാൻ ഒരു കുഞ്ഞു, പക്ഷെ അത് ഒരുപാട് പേര് അത് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. അത് ബേസിൽ അത് ആ സീന് മാത്രമായിട്ട് ഷെയർ ചെയ്തിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതെ, ഇപ്പൊ ഞാൻ ചേച്ചീനെ ശ്രദ്ധിക്കുന്നത് വ്യസനസമേതം കണ്ടപ്പോഴാണ്. അതിൽ അയ്യോ എന്റെ അക്കച്ചി പോയി പക്ക ട്രിവാൻഡ്രം സ്ലാങ്ങില് എങ്ങനെയാ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച്? ഗിരിജ അല്ലെ? ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഗിരിജ നല്ല രസമുള്ള ഒരു ക്യാരക്ടറാണ്. നമുക്ക് ചുറ്റും അതുപോലത്തെ ഗിരിജമാരൊക്കെ ഉണ്ട്, നാട്ടുംപുറങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ ട്രിവാൻഡ്രംകാരിയാണ്. ഫാലിമി കണ്ടതിന് ശേഷമാണ് വ്യസനസമേതത്തിന്റെ ഡയറക്ടർ വിപിൻ എന്നെ വിളിക്കുന്നത്. അപ്പം വിപിന് ഫാലിമി കണ്ടപ്പം എന്തോ ഒരു ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി ആയിരിക്കാം.
പക്ഷെ വിപിനാണ് ഞാൻ അതിന്റെ ക്രെഡിറ്റ് മുഴുക്കി കൊടുക്കുന്നത്. കാരണം വിപിൻ ഒരു ഡയലോഗ് പോലും എന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ സമ്മതിച്ചിട്ടില്ല. വിപിൻ നല്ല ഡയറക്ടറാണ്. പിന്നെ ഒരു തരത്തിലും വിപിൻ പറയുന്ന ആ ഒരു മീറ്ററിൽ തന്നെ പോണമെന്ന നിർബന്ധമുണ്ട് വിപിന്. പിന്നെ ഞാനും കൂടെ കുറച്ച് എഫേർട്ട് എടുത്ത് അത് നന്നാക്കാൻ പറ്റി. അടിപൊളിയായിരുന്നു. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം കൂടി കണ്ടു, അതൊരു ട്രോളായിട്ട് അതൊരു 62 വയസ്സായ ഒരു 60-62 വയസ്സൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ഏകദേശം കുറച്ച് പ്രായമുള്ള ക്യാരക്ടറാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ടൈമിൽ അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റ് ഒക്കെ വായിച്ചാൽ ചിരിച്ചു ചാവും നമ്മള്. അതുപോലത്തെ നല്ല അടിപൊളി കമന്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗിരിജ ആവാൻ വേണ്ടിയിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നോ? ഞാൻ ഗിരിജ മാത്രമല്ല, എല്ലാ ക്യാരക്ടറും ചെയ്യുമ്പം ഞാൻ തയ്യാറെടുപ്പുകൾ ഞാൻ എന്റെ മനസ്സിലിടും. ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണം, ഇതിന്റെ മാനറിസങ്ങളും ഒക്കെ. പിന്നെ എന്റെ ചുറ്റും ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് തന്നെയാണ് അത് കാണുന്നത്. ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളോടുകൂടി ഞാന് നീതി പാലിക്കണമെന്ന് എനിക്ക് ഒരു ഇതുണ്ട്. അപ്പൊ ഗിരിജ ചെയ്യുന്ന സമയത്തും ഞാൻ ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, സാരി ഉടുക്കുന്നതും ഒക്കെ, എന്റെ മുടി കെട്ടുന്നത്, പിന്നെ അവരുടെ നടത്തം എല്ലാം, അത് ഉഷമാമിയിലായാലും ഞാൻ അങ്ങനെ ഇതായിട്ടുണ്ട്, വാഴയിലായാലും ഒക്കെ. എന്നാലും എവിടെയെങ്കിലും ഒക്കെ ഏകദേശം നേരത്തെ ചെയ്തതുപോലെയൊക്കെ വരുമായിരിക്കണം. എന്നാലും ഞാനത് നോക്കി തന്നെയാണ് ചെയ്യുന്നത്. അതെ. ഇപ്പൊ ഈ ഗിരിജ എന്ന് പറഞ്ഞ ക്യാരക്ടർ കൈ കിട്ടിയപ്പോ ചേച്ചി പറഞ്ഞു അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സമ്മതിച്ചിട്ടില്ല, ആ ഒരു മീറ്ററിൽ തന്നെ പോണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ക്യാരക്ടർ ആണ് എന്ന് പറഞ്ഞപ്പോ ആദ്യമായിട്ട് ഡയറക്ടറുടെ അടുത്ത് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അല്ല, ആദ്യം വിപിൻ പറഞ്ഞത് ഒരു ലൗഡായിട്ടുള്ള ക്യാരക്ടറാണ്. ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു വിപിൻ. ഓഡിഷൻ ഒന്നും ഇല്ലായിരുന്നു എനിക്ക്. അപ്പൊ ക്യാരക്ടർ ഇങ്ങനെയാണ് ചേച്ചി, ഇത് മനസ്സിലിട്ടേക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് മനസ്സിലിട്ട് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തത്. പക്ഷെ എനിക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാവും, കുറച്ച് പ്രായമുള്ള ഒരു ലേഡിയാണത്, അപ്പൊ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഉള്ളത്. ലൗഡായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ മീറ്ററിൽ അങ്ങനെ അതുപോലെ ഒരു ക്യാരക്ടർ പിടിക്കണമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എന്തോ അങ്ങ് ശരിയായി. എന്താ ടേക്ക് എടുത്തിട്ടുണ്ടാവും? ടേക്ക് ഒന്നും ഒരുപാട് എടുത്തിട്ടില്ല. മറ്റേ ഈ കരയുന്ന സീന് ഏറ്റവും ലാസ്റ്റ് ദിവസമാണ്. ആദ്യം ഞാൻ വരുന്നില്ല, ഓട്ടോയിൽ നിന്ന് വന്ന് ഇറങ്ങുന്ന പാക്കപ്പ് ദിവസമാണ് അതെടുത്തത്, അതിന്റെ ഷൂട്ട്. അപ്പം സമയം കിട്ടിയില്ല, അവർക്കും സമയം കിട്ടിയില്ല. അപ്പൊ അതുവരെ എല്ലാവരും പറഞ്ഞു ആ സീനിലാണ് ഇരിക്കുന്നത്, എന്തോ കാര്യം എന്റെ കൂടെ അവിടെ വർക്ക് ചെയ്യുന്ന എന്റെ മറ്റുള്ള ആർട്ടിസ്റ്റുകളും ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞു ആ സീൻ ശരിയാക്കി എടുക്കണം ചേച്ചി, ആ സീനിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പൊ വിപിനും പറഞ്ഞു ഇങ്ങനെ ഒരു സീനുണ്ട്, സീൻ അത് നന്നായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് മൊത്തത്തിൽ ആ സീനിന് മാത്രമേ എനിക്കും ടെൻഷൻ ഉള്ളൂ. ബാക്കി സീനുകളൊക്കെ കുഴപ്പമില്ലാതെ ഞാൻ ചെയ്തു പോയി. അപ്പം ആ സീന് ചെയ്യുമ്പോൾ അത്രയും നന്നായിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഇത് മറ്റുള്ളവരിൽ നിന്നും വന്നു. എനിക്കും അത് അത്രയും ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, ഒന്നും അറിയില്ല. ആ സീനില് ഹോട്ടലിൽ വന്നു. അപ്പൊ വിപിൻ അതുവരെ പറഞ്ഞു ഒരു ഡയലോഗും മാറ്റാൻ പറ്റില്ല ചേച്ചി, മറ്റേ സീനുകളിലൊക്കെ ഉള്ളത് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനെന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കയ്യിൽ നിന്ന് ഇടാൻ പാടില്ല. അപ്പൊ ഞാൻ ഈ ഇംപ്രവൈസേഷന്റെ ഒക്കെ ആളാണ്. ഞാനെപ്പോഴും എനിക്ക് കുറച്ച് കയ്യിൽ നിന്നൊക്കെ ഇട്ട് ചെയ്യണതാണ് എനിക്കിഷ്ടം. അപ്പൊ ഞാൻ ചോദിക്കും ചേച്ചി അങ്ങനെ ചെയ്യണ്ട, ഞാൻ പറയണ കേട്ടാ മതി എന്ന് പറയും. അപ്പൊ ഈ സീനിൽ വിപിൻ പറഞ്ഞു ചേച്ചി കുറച്ചൊക്കെ കയ്യിൽ നിന്ന് ഇട്ടോളാൻ പറഞ്ഞു. ഞാനങ്ങ് കയ്യിൽ നിന്ന് ഇടാൻ തുടങ്ങി. എല്ലാം വെട്ടി തള്ളും. ചീഫ് സജി ഉണ്ടായിരുന്നു, സജി ക്രിയേറ്റീവ് ഡയറക്ടർ. ചീഫ് റജിവാനാണ്. അപ്പൊ സജി പറഞ്ഞു ചേച്ചിക്ക് അവന്റെ സ്വഭാവം അറിഞ്ഞൂടാ, എല്ലാം വെട്ടിത്തള്ളും, മറ്റൊരു കൂടെ വെട്ടിത്തള്ളും, മര്യാദയ്ക്ക് അത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം എനിക്ക് ടെൻഷനുമായി. എല്ലാം കൊണ്ട് കയ്യിൽ നിന്ന് പോകുന്നു. എനിക്ക് തന്നെ അറിയില്ല അതെങ്ങനെയൊക്കെ ഞാൻ ചെയ്തു. പിന്നെ സമയം കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അവർക്കും ഉണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു. രാവിലെ എനിക്ക് തോന്നുന്നു 11:30-12 മണിക്കൊക്കെ അത് ആണ് ആ സീൻ എടുത്തു തുടങ്ങിയത്. ഒരു 3:30 ഒക്കെ ആയപ്പോ തീർന്നു. ഒരുപാട് ടേക്കൊന്നും അങ്ങനെ പോയില്ല. പിന്നെ പല ആംഗിളിൽ നിന്ന് എടുക്കുന്നതിന്റെ ഒരു ഇതേ ഉള്ളൂ അത്. പിന്നെ ഞാൻ തിയേറ്റർ ചെയ്തിട്ടുള്ള ഒരാളാണ്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ക്യാരക്ടർ തന്നാൽ ഇപ്പം ഞാൻ ആ ബ്രേക്കിന്റെ സമയത്തും അത് തന്നെ ഇതായിരിക്കും. അപ്പം ഞാൻ ആ ബ്രേക്കിന്റെ സമയത്തും അവര് വേറെ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോഴും എന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി എന്ന് പറയുമ്പോഴും ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അവർക്കൊരു പേടി എനിക്ക് എനർജി പോവോ പക്ഷെ എനിക്കറിയാം ഞാൻ അങ്ങനെ ചെയ്താലേ എനിക്ക് എനർജി പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, ലൂസായി പോവും മറ്റതെന്ന്. പക്ഷെ അവര് പറയും എപ്പോഴും കിടന്ന് കരയണ്ട, എപ്പോഴും കിടന്ന് എല്ലാവരും ചിരിയായിരുന്നു.
പോകുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ പോയപ്പോഴും ഞാൻ എന്തോ വലിയ പാപം ചെയ്തിട്ട് പോകുമ്പോൾ ആൾക്കാരെല്ലാം എല്ലാ ലൈറ്റ് ബോയ്സും എല്ലാവരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഈ വിളി കേട്ടിട്ട് മൊത്തം അവിടെ ഒരു മരണ വീടാണ്. എല്ലാവരും എന്നെ കാണുമ്പോഴത്തേക്ക് ഒരേ ചിരി. പക്ഷെ എനിക്ക് അങ്ങനെ നാണക്കേടോ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു സഭാകമ്പോ ഒന്നുള്ള ഒരാളല്ല. ഒരു ഇത് ചെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം ഇത് ചെയ്യുമ്പോഴും ചെയ്യാൻ നമ്മള് അതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്താ ആ സീനങ്ങ് ട്രോള് അത് കണ്ടു കഴിഞ്ഞപ്പോ എന്താ തോന്നി ചേച്ചിക്ക്? ഞാനിപ്പോഴും അത് കാണൂല, എല്ലാം ഓർമ്മ. അതുകൊണ്ട് ഞാനൊന്ന് കണ്ടിട്ട് ഞാൻ കാണും അയ്യേ എന്നൊക്കെ ആലോചിക്കും. എന്റെ വിളിയും കരച്ചിലും ഒക്കെ. അയ്യോ, ഞാനിവിടെ ചേച്ചി വരുന്നത് പറയുമ്പോ റീന ചേച്ചി ആദ്യം ഞാൻ പറയുമായിരുന്നു വാഴ 2-ലെ പ്രിൻസിപ്പൽ ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറയുന്നത് കാണിച്ചിട്ടേ ഇത് കണ്ടോ ഈ ചേച്ചിയാ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇപ്പൊ ആ ഒരു ഡയലോഗ് കൂടെ പറയാൻ പറഞ്ഞാൽ പറയാൻ പറ്റുമോ? അയ്യോ എന്റെ അക്കച്ചു പോയി, എടാ ഓട്ടോടെ കാശാരയിലും കൊടുക്കണ. അത്രയും വേണോ? എന്തായാലും ആൾക്കാർ കണ്ടു കെട്ടത്. ആ ഒരു സ്ലാങ് നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ആ സ്ലാങ്. എനിക്ക് ഇപ്പോഴും അത് ആലോചിക്കുമ്പോ ഞാൻ ആ സീന് കാണില്ല ഇപ്പോഴും നേരെ അവിടെ സത്യമായിട്ട്. കാരണം കാണുമ്പോ എനിക്ക് എന്താ പോലെ നേരത്തെ ആലോചിക്കും. ആ ട്രോമയൊക്കെ കിടക്കും. പക്ഷെ അത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാടങ്ങ് ബുദ്ധിമുട്ടിച്ചൊന്നും അല്ല ഞാൻ ചെയ്തത് ടേക്ക്. പക്ഷെ എന്തോ ഒരു ഇത് എനിക്ക് മറ്റു സീനുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് കാണാനൊക്കെ. അതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണും. ഈ സീന് കാണുമ്പോ മൊത്തം ആ വിളി എല്ലാം കൂടെ എന്റെ പല്ല് ഇല്ല കുഴപ്പമില്ല സാരില്ല. അയ്യോ അതിന്റെ ആ ഇത് കാണുമ്പോ അതിന്റെ ബാക്കിൽ ഇത്രയും ഇതുണ്ടായിരുന്നു എന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ചേച്ചി അത് കഴിഞ്ഞിട്ട് ചെയ്ത സിനിമ ഏതായിരുന്നു? അത് കഴിഞ്ഞിട്ട് ഇത് വിപിൻ ദാസിന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു. എസ് വിപിനാണ് ഡയറക്ട് ചെയ്തത്, വിപിൻ ദാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഇത് കണ്ടിട്ട് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, എഡിറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ വിപിൻ ദാസ് എന്നെ വിളിച്ചിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഭയങ്കര രസമുണ്ട്, ഡബിങ് കഴിഞ്ഞിട്ടില്ലായിരുന്നു, ഭയങ്കര രസമുണ്ട് ആ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ വിപിൻ ദാസ് വിളിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഞാൻ ആളിന്റെ അന്താക്ഷരി എന്ന് പറഞ്ഞ ഫിലിം ഫസ്റ്റ് ഫാലിമിക്ക് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിലൊരു കുഞ്ഞു സീനാ ചെയ്തത്. അപ്പൊ അന്നൊന്നും നമ്മൾ സംസാരിച്ചിട്ടോ ഒന്നുമില്ല. അപ്പം ഗുരുവായൂരമ്പല നടയിൽ ജയ കഴിഞ്ഞിട്ടാണ് നമ്മുടെ വ്യസന സമേതം. അപ്പം എന്നെ അറിയാമായിരുന്നു ആളിന്. ഫാലിമി കണ്ടിട്ട് നിതീഷ് അസോസിയേറ്റ് ആയിരുന്നു, വിപിൻദാസിന്റെ അസോസിയേറ്റ് ആയിരുന്നു ഫാലിമിയുടെ ഡയറക്ടർ. അപ്പം വിപിൻ ദാസ് ഇങ്ങനെ തിരക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ആരാണെന്നൊക്കെ. അപ്പം വിപിൻ ദാസ് വിളിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ ഇല്ല. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ വെച്ച് കാണുമായിരുന്നു, സെറ്റിൽ വെച്ച് എന്നും ആള് വരും, അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ശരിക്കും ജസ്റ്റ് എന്തേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചോദിക്കും അത്രയും. ഇത് കഴിഞ്ഞിട്ട് വിളിച്ചപ്പോ ഞാൻ വിപിൻ ദാസ് ആണ് എന്നെ വിളിക്കുന്നതെന്ന്. അപ്പം ഞാനാണ് ചേച്ചി, ഞാൻ വിപിൻ ദാസ് ആണ്, ഞാൻ പ്രൊഡ്യൂസർ മാത്രമല്ല ഡയറക്ടറുമാണ്. ഞാൻ വിചാരിച്ചു ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി വിളിച്ചതായിരിക്കും. ആളൊരു അരമണിക്കൂറോളം എൻ്റെ അടുത്ത് സംസാരിച്ചു. നന്നായിട്ടുണ്ട്, നല്ല ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ചു. അത് കേട്ടപ്പോ എനിക്ക് കുറെ കൂടെ ഒരു കോൺഫിഡൻസ് ആയി. എന്നാലും ടെൻഷൻ ഉണ്ടായിരുന്നു. ഡബിങ് കഴിഞ്ഞിട്ടില്ല. ഡബിങ്ങിലാണ് ഏറ്റവും നമ്മളെ ശ്രദ്ധിക്കേണ്ടത്. മറ്റതുപോലെ ചിലപ്പോ പൈലറ്റ് പോലെ ആവില്ല ഡബിൽ വരുമ്പോഴേ, അതിൽ നന്നായിട്ട് വരും, ലൈവായിട്ട് ചെയ്യുന്നതല്ലേ. അപ്പൊ ഡബ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുമ്പോ ആ ഒരു ഫീലിംഗ് കിട്ടില്ല. അപ്പൊ എനിക്ക് എപ്പോഴും ഡബിങ് ആണ് എനിക്ക് ഏറ്റവും ടെൻഷനുള്ള ഏരിയ. കാരണം ഞാനാണ് എന്റെ എല്ലാ സിനിമകളിലും, വാഴയിൽ ഞാനല്ല, ബാക്കിയെല്ലാം ഇതാണ് ഇത് ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. അപ്പൊ ഞാൻ അത്രയും പിടിച്ചും സൂക്ഷിച്ചും ഒക്കെ അത് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് വിപിൻ ദാസ് വിളിച്ചപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ടാണ് അവര് വാഴയില് എന്നെ വിളിക്കുന്നത്. അതേ പ്രൊഡക്ഷൻ തന്നെയായിരുന്നു, അതേ ആൾക്കാർ തന്നെയായിരുന്നു ഏകദേശം എല്ലാവരും, DOPയും ഒക്കെ. അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. വാഴയിൽ അവര് 30 ദിവസം ഡേറ്റ് തന്നു. വാഴയിൽ ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ, അത് ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളിന്റെ ക്യാരക്ടർ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഉണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ. വാഴയില് ഞാൻ മറ്റതുപോലെ ഒന്നും അല്ലല്ലോ, ഈ വ്യസനം പോലെയും ഇതുമല്ല, ഫാലിബി പോലെയൊന്നും അല്ല. വാഴ കുറച്ചുകൂടെ ഒരു പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. കാരണം മൈന്യൂട്ട് കാര്യങ്ങളും അതിലും ശ്രദ്ധിക്കണം. അത് മറ്റതുപോലെ ആവരുത് എന്നൊക്കെ ഉള്ളത്. കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ചല്ല, നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ആ വേഷം ഞാൻ ഒരുപാട് നാൾ
നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. സിനിമ തന്നെ ഇപ്പൊ ചെയ്തതിലും ഒക്കെ ഇതുപോലെ ഞാനൊരു സിസ്റ്ററിന്റെ വേഷം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. നമ്മൾ ആ കോസ്റ്റ്യൂം ഒക്കെ ഇടുമ്പോ നമ്മൾ വേറൊരാളായിട്ട് മൊത്തത്തിൽ മാറും. അതൊരു ഇതാണ്, നമ്മൾ ഒരു ക്യാരക്ടർ ആവുമ്പോഴത്തേക്കുള്ള ഒരു ഇതാണ് ചേഞ്ച്. നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ അങ്ങ് മാറും കുറച്ചൊക്കെ. അപ്പം എനിക്കതൊരു ഭയങ്കര, രാവിലെ ചെന്ന കോസ്റ്റ്യൂം ഒക്കെ ഇടുമ്പോ തന്നെ ഒരു ഇതാണ് മാറും. പിന്നെ ഓരോ ഇതും ശ്രദ്ധിച്ച് തന്നെയാണ് അതിലും ഞാൻ ചെയ്തത്. അതിന്റെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇത് ഈ വാഴ 2 എന്ന് പറയുന്നത് ഒരു ചെറിയ വലിയ പടമാണ്. ഈ പടം ഇത്രയും വലിയ ഹിറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, വാഴ 2 എന്റെ മനസ്സിൽ ഹിറ്റാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം ഒരുപാട് പേര് വാഴ 2 ഞാൻ ആക്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ വാഴ 1 കഴിഞ്ഞിട്ട് 2 കാണാൻ വെയിറ്റ് ചെയ്ത് വാഴ 2 വരണുണ്ടോ, വാഴ 2 എന്ന് വരും എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ കൗതുകത്തോടു കൂടി ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ആൾക്കാർ വാഴ ഫസ്റ്റ് എത്രത്തോളം എടുത്തിട്ടുണ്ടെന്നും സെക്കൻഡിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതും. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പോവും എന്ന്. അതുപോലെ തന്നെ അതിന് അപ്പുറം, നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം അത് പോയില്ലേ. അതെ, ഒത്തിരി എന്താ പറയാ, സിനിമയിൽ നിൽക്കുന്ന ആളല്ല, നമ്മുടെ റീൽസിലൂടെ വന്ന ഹാഷിറും ടീമുമാണ് അതിലെ നായകന്മാര്. അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? അയ്യോ, നല്ല പിള്ളേരാ. അവരങ്ങനെ, എനിക്കങ്ങനെ അവര് ആക്ടേഴ്സ് ആയിട്ടോ അങ്ങനെ ഒന്നും തോന്നിയില്ല. എന്റെ വീട്ടിലെ കുട്ടികൾ എന്റെ മോനെ പോലെയും അങ്ങനെയാണ് അവര് നമ്മളടുത്ത് പെരുമാറുന്നതും. നമ്മളെല്ലാവരും ഒന്നിച്ച് ആയിരുന്ന സമയത്തും അങ്ങനെ ഒരു ജാടയോ അങ്ങനെ ഒരു അതൊന്നും ഇല്ലായിരുന്നു. അവർക്ക് സാധാ കുട്ടികളാണ് അവര്. ഈ വാഴയുടെ ലൊക്കേഷൻ എങ്ങനെയായിരുന്നു? മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയുണ്ടോ? വാഴയുടെ ലൊക്കേഷനില്ല. അങ്ങനെ എനിക്ക് ലൊക്കേഷൻ വാഴ എന്നും അങ്ങനെ പുതിയ ഒരു ലൊക്കേഷനായിട്ട് തോന്നിയതേ ഇല്ല. ഒന്നാമത്തെ കാര്യം, കാരണം ബിസിനസ് കമ്പനിയുടെ അതേ ആൾക്കാർ തന്നെയാണ് വാഴയിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് എന്തോ എന്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ എനിക്കിപ്പോഴും അവരുടെ വിബ്ദാസിന്റെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ ഫാലിമി ചെയ്തപ്പോഴും ഏകദേശം ഇത് ഈ ക്രൂസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആളിന്റെ അസോസിയേറ്റ് ആയിരുന്നല്ലോ നിരീഷ്. അന്താക്ഷരിയിലും ഏകദേശം കുറച്ച് ആൾക്കാർ, അന്ന് എനിക്ക് അധികം പരിചയമില്ലായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ അതൊരു വേറൊരു ലൊക്കേഷനായിട്ട് തോന്നിയിട്ടേ ഇല്ല പുതിയതായിട്ടോ. ഇപ്പോഴും നമ്മൾ അവരുമായിട്ട് എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഞാൻ അതൊരു അങ്ങനെ ഒരു വേറൊരു അനുഭവമായിട്ടൊന്നും അവിടെ തോന്നൂല. എപ്പോഴും എന്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴൊക്കെ ഉള്ള ഒരു ഇതും വരാൻ നേരത്തെ വേഷമൊക്കെ ഉണ്ടാവും. കാരണം ഇത്രയും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. പിന്നെ അങ്ങനെ ഒരു ലൊക്കേഷൻ അനുഭവങ്ങളൊന്നും അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇപ്പൊ നാടകങ്ങളിലൂടെ ആണ് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ടിവിയിൽ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, സെൽഫി ഫാമിലി. സീരിയൽ അല്ല, സിറ്റ്കോം ആണ്. സിറ്റ്കോം അല്ലെ? ഓക്കെ, സെൽഫി ഫാമിലി. ഇപ്പൊ നാടകങ്ങളിൽ നിന്ന് ഇങ്ങനെ മിനി സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ നല്ല രീതിയിലുള്ള. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? തിയേറ്റർ എപ്പോഴും നമ്മള് റിഹേഴ്സൽ കാണും, കുറച്ച് നാൾ എടുക്കും. ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം നമുക്ക് കിട്ടും. ഇപ്പം ഒരു മാസത്തെ റിഹേഴ്സൽ കാണും ചില നാടകങ്ങൾക്ക്. പിന്നെ പറഞ്ഞ പോലെ സ്റ്റേജ് അല്ലേ, അപ്പൊ കുറച്ചുകൂടെ ആൾക്കാര് നമ്മൾ അടുത്ത് ഇരിക്കുമ്പം കുറച്ചുകൂടെ ഒരു ഇതുണ്ടാവും. തിയേറ്റർ വേറൊരു തരം അനുഭവമാണ്. സിനിമ അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ അങ്ങ് തിയേറ്റർ പോലെ ഒരു റിസ്ക് ഇല്ല സിനിമ ചെയ്യുമ്പോഴത്തേക്ക്. നമ്മള് ലൈവായിട്ട് ചെയ്യുന്നതാണല്ലോ, ടേക്ക് 1-2 ടേക്ക് പോവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലാതെ വേറെ അങ്ങനെ റിസ്ക് ഇല്ല. പിന്നെ സാമ്പത്തികവും സിനിമയാണല്ലോ നല്ലത്. എനിക്ക് തിയേറ്റർ ഇഷ്ടമാണ്. നാടകങ്ങൾ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നാടകം ചെയ്യാൻ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കാരണം തിയേറ്ററിലൂടെയാണ് എനിക്കിങ്ങനെ ഇന്നിവിടെ ഇരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എപ്പോഴും എനിക്കിഷ്ടമാണ് തിയേറ്റർ ചെയ്യുന്നത്. എത്ര നാളായി തിയേറ്റർ രംഗത്ത്? ഞാൻ 92 മുതൽ തിയേറ്ററിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എന്റെ ഒരു 18 വയസ്സ്, ആ സമയം 17-18 വയസ്സ് തൊട്ടേ ഞാൻ നാടകം ചെയ്തു. അഭിനയ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് തന്നെ അന്ന് അറിയപ്പെടുന്ന ഒരു അമേച്ചർ തിയേറ്റർ ആയിരുന്നു. അഭിനയിൽ നിന്നാണ് ഞാൻ വന്നത്. 92 മുതൽ അഭിനയിലുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. മോനെ കല്യാണം കഴിഞ്ഞു, മോനൊക്കെ ആയതിനു ശേഷം ഞാൻ പിന്നെ നാടകങ്ങൾ ഇടയ്ക്ക് 1-2 നാടകങ്ങൾ ചെയ്തതല്ലാതെ വേറെ ഒന്നും ചെയ്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു 10-20-25ഓളം നാടകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അഭിനയിൽ തന്നെ. ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഗിരീഷ് കർണാട് പോലെയുള്ള ആൾക്കാരുടെ സ്ക്രിപ്റ്റ് ഫയർ ആൻഡ് റെയിൻ ഒക്കെ നാടകമാക്കിയപ്പോഴും എനിക്ക് നല്ല വേഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ എന്റെ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതെ, ഇപ്പൊ വേൾഡ് കപ്പ് നടക്കാണല്ലോ.
ഇന്ന ടീമുണ്ടോ? എനിക്കൊരു ടീമുമില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യം അഭിനയം മാത്രമേ ഉള്ളൂ. അഭിനയം മാത്രം തന്നെയാണ്. പിന്നെ എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. പാട്ട് പാടുമോ? നോക്ക് പാടുന്നില്ല അങ്ങനെ. ഇല്ല. ഇല്ല എനിക്ക് അഭിനയിക്കാനാണ് ഇഷ്ടം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എങ്ങനെ വേണമെങ്കിലും ഏത് തരത്തിലും എനിക്ക് തോന്നുന്നു അഭിനയിക്കാനായിട്ട് എന്റെ ബോഡി എനിക്ക് പ്രിപ്പയർഡ് ആക്കാൻ പറ്റും. മാനസികമായിട്ട് എനിക്ക് പ്രിപ്പയർഡ് ആവാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടല്ലോ. പാട്ട് എനിക്ക് ഭയങ്കര അസൂയുള്ള ഒരു കാര്യമാണ്. ആരെങ്കിലും നന്നായിട്ട് പാടുമ്പോ അടുത്ത ജന്മമെങ്കിലും എനിക്ക് പാടാൻ കഴിയട്ടെ എന്നൊക്കെ ഉണ്ട്. മൂളിപ്പാട്ടൊക്കെ പാടില്ലേ? മൂളിപ്പാട്ടൊക്കെ അത്യാവശ്യം പാടും. പാടാൻ ശ്രമിക്കരുത്. ഇല്ല. ഓക്കെ. ഇപ്പൊ എന്നാലും നമ്മുടെ ഇപ്പൊ ഞാനിങ്ങനെ ഗ്രൂപ്പിലൊന്നും ഇല്ല. ഞാന് എന്നാലും ഒരു അർജന്റീന ഫാനാണ്. അതുപോലെ തന്നെ അർജന്റീനയുടെ ഫാന്. നാളെ ബ്രസീൽ ജയിച്ച ബ്രസീലിന്റെ നല്ല കാര്യമാണ്. പക്ഷെ എനിക്ക് എന്തോ ഞാന് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ലോകത്താണ് പലപ്പോഴും ഇരിക്കണം. വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് പണ്ടൊക്കെ വായന ഉണ്ടായിരുന്നു. ഇപ്പൊ വായനയില്ല. ഞാന് ഇപ്പം ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഇങ്ങനെ അതുള്ളതുകൊണ്ട് അതിന്റെ ഒരു അഡിക്റ്റ് ആയിരുന്നു ഞാൻ ഇടയ്ക്ക്. ഞാനിപ്പോ അത് മാറിക്കൊണ്ടേ ഇരിക്കുന്നു. മാറ്റണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാട്ട് നന്നായിട്ട് കേൾക്കും. പാട്ട് ഞാൻ കേൾക്കും. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള യാത്രകളൊക്കെ എനിക്കിഷ്ടമാണ്. യാത്ര ഇപ്പൊ കുറെ കാലമായി യാത്രയും ഞാൻ ഇതാക്കുന്നത്. പിന്നെ കുറെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള എനിക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് ആരോഗ്യ പ്രശ്നം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ റെസ്റ്റിലായിരുന്നു ഇടയ്ക്കൊക്കെ. ആരോഗ്യ പ്രശ്നമല്ല, ഇങ്ങനെ ഓരോരോ നമ്മളിങ്ങനെ ഓരോ മൂടുണ്ടല്ലോ ഓരോ സമയം. അതിന്റെയൊക്കെ ഇത് ഞാൻ ഈ കളിയൊക്കെ എനിക്ക് പണ്ടും എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമില്ല. എനിക്ക് അങ്ങനെ അത് കേൾക്കുന്നവർ വിചാരിക്കും ഞാനൊരു എനിക്കറിയില്ല. എനിക്കും അങ്ങനെ സ്പോർട്സിനോട് താല്പര്യമില്ല. പക്ഷെ എന്റെ അനിയനൊരു ഗോൾ കീപ്പർ ഒക്കെയാണ്. മലേഷ്യയിലേക്ക് പോയിട്ട് വന്ന ആളാണ്. പക്ഷെ എന്നാലും ഞാൻ ഫോളോ അപ്പ് ചെയ്യില്ല. അങ്ങനെയാണ്. ഇപ്പൊ ചേച്ചി റിവ്യൂ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് ഇപ്പോ പലരും കാശ് കൊടുത്തിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. പടങ്ങളെ ഫ്ലോപ്പ് ആക്കാനും അല്ലെങ്കിൽ ഹിറ്റ് ആക്കാനും അവർ തന്നെ നോക്കുന്നുണ്ട്. പലരും റിവ്യൂ കണ്ടിട്ടാണ് ഇപ്പൊ സിനിമയ്ക്കൊക്കെ പോകുന്നത്. അവരെ കുറിച്ച് എന്താ പറയാനായിട്ടുള്ളത്? എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ റിവ്യൂ ഒന്നും അധികം നോക്കില്ല. റിവ്യൂ നല്ല റിവ്യൂസ് ഒക്കെ ആണെങ്കിൽ ഞാൻ കാണാറുണ്ട്. ഞാൻ നല്ല സിനിമ എന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്ന എന്റെ ഫ്രണ്ട്സ് പറയുന്നതും അങ്ങനെ ഞാൻ റിവ്യൂ ശ്രദ്ധിച്ചിട്ട് ഞാൻ പോകാറില്ല സിനിമ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവര് പറയും ഈ സിനിമ നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവും. എനിക്ക് ഇത് കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോവും. അല്ലാതെ റിവ്യൂസ് കണ്ടിട്ട് പിന്നെ അങ്ങനെ കണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു ഇതില്ലേ, നമ്മൾ കാണുമ്പോഴത്തേക്ക് അങ്ങനെ റിവ്യൂസ് ഒന്നും ഞാൻ അങ്ങനെ നോക്കാറുമില്ല അങ്ങനെ വലുതായിട്ട്. കാരണം അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരും. നെഗറ്റീവ് ഞാൻ സാധാരണ നോക്കാറില്ല. ഞാൻ കമന്റ്സ് പോലും ഞാൻ നെഗറ്റീവ് ഒന്നും നോക്കാറില്ല. ഈ റീൽസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ട്രോളൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോഴാണ് എനിക്ക് ഇൻസ്റ്റയിൽ തന്നെ ഫോളോവേഴ്സ്. മഴ കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ വെറുതെ ഇട്ടു. വെറുതെ ആ ഷൂട്ടിന്റെ സമയത്ത് ഞങ്ങളൊരു ടീച്ചേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഡാൻസ് വെറുതെ ചെയ്തത് എടുത്തിട്ട സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസമൊക്കെ ഫോളോ. ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും ഇൻസ്റ്റയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത്ര പെട്ടെന്ന് 300 സംതിങ് കണ്ട ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന എന്റെ പേജിൽ പെട്ടെന്ന് ഒരു ദിവസം ഏകദേശം 5000 ഫോളോവേഴ്സ് ഒക്കെ ഒരു 2-3 ദിവസം കൊണ്ട് അങ്ങ് കയറി. ആ വീഡിയോ അങ്ങ് വൈറലുമായി. അപ്പം അതിനു മുന്നേ ഈ വ്യസന സമയത്തിന്റെ ഒക്കെ ട്രോള് വരുന്ന സമയത്ത് പല ഫ്രണ്ട്സും എനിക്ക് അയച്ചൊക്കെ തരാറുണ്ട്. ഞാനും കാണുമ്പോ അതിന് താഴെ പലരും ഇതാരാണ് ഈ റീന ഇന്ദ്രായണി, ഇവർക്ക് ഇൻസ്റ്റാ പേജിൽ എനിക്ക് അതിന്റെ താഴെ ചെന്ന് എഴുതണമെന്നുണ്ട് ഞാനാണ് റീന ഇന്ദ്രായണി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ പലതും മിണ്ടാതിരിക്കുക വേണം, ഇവർക്ക് ഇൻസ്റ്റാ പേജ് ഇല്ലെന്ന് തോന്നുന്നു, ഇവരാരാണോ എന്ന്. അന്ന് ഞാൻ 300 ഫോളോവേഴ്സുമായിട്ട് ആരേലും ഒക്കെ ഫോളോവേഴ്സ് വന്നാൽ മതി എന്ന് കാത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇപ്പൊ ഇങ്ങനെയുണ്ട് ഫോളോവേഴ്സ് അത്യാവശ്യം 9000 സംതിങ് ഒക്കെ ആയി. ഇനിയും കൂടട്ടെ. അതുപോലെ തന്നെ ഇപ്പൊ കറക്കം കഴിഞ്ഞിട്ട് OTT വന്നിരിക്കുന്നുണ്ട്. കറക്കം ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. എനിക്ക് ആ ചേച്ചിയുടെ എനിക്ക് പ്രേതത്തിന്റെ കൂടെ നിൽക്കാനൊന്നും താല്പര്യമില്ലപ്പ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. തിയേറ്റർ മൊത്തം അതിന് ഭയങ്കര ശരിയായിരുന്നു. ആ ഒരു ക്യാരക്ടറിലേക്ക് ചേച്ചി എങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു? കറക്കം സുഭാഷ് എന്റെ ഫ്രണ്ടാണ്. സുഭാഷ് എനിക്ക് തോന്നുന്നു എന്റെ ഏതൊക്കെ സിനിമകൾ കണ്ടും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞും ആണ് ഇങ്ങനെ എന്നെ വിളിച്ചത്. കറക്കത്തിന്റെ ഡയറക്ടർ
അപ്പം സുഭാഷ് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ നാഗസൈരന്ധ്രി പോലെ. അപ്പൊ എനിക്ക് ഞാൻ വിചാരിച്ചു നാഗസൈരന്ധ്രി ആവാനേ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് നാഗസൈരന്ധ്രി. ഞാൻ സത്യം പറഞ്ഞ ഈ കളിയൊന്നും കാണൂല. എനിക്ക് ടെൻഷൻ വരുമ്പോ റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് നാഗസൈരന്ധ്രിയില് റീൽസ് കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ആശ്വാസം. ഇതുപോലെ ആരെങ്കിലും വിളിക്കണം തെറിയൊക്കെ എന്തൊരു സന്തോഷമായിരിക്കുമല്ലേ. ഞാൻ എപ്പോഴും അങ്ങനെ ആലോചിക്കും. അപ്പം അതുപോലത്തെ ഒരു അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എത്രത്തോളം ഇത് ചെയ്ത് എടുക്കാൻ പറ്റണ്ടേ, അതുപോലെ അവരുടെ ഒരു ഇതൊക്കെ ഭയങ്കര രസമല്ലേ. ഇത് കുറച്ച് റിസ്കും ആണ് നമുക്ക്. അങ്ങനെയാണ് സുഭാഷ് എന്നെ വിളിക്കുന്നത്. വിളിച്ച് ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നെ അതും ഈ പറഞ്ഞൊരു വെറൈറ്റി ക്യാരക്ടറാണ്. മൊത്തം അത് മാറ്റമുള്ള. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു കോസ്റ്റ്യൂം ഒക്കെ ആയിട്ട് വരുമ്പോ തന്നെ നമ്മൾ ഏകദേശം നമ്മളൊക്കെ മാറും. ആ ഒരു ഇതുണ്ട്, സന്തോഷമുണ്ട്. കറക്കം സോണി ലിവില് വന്നിട്ടുണ്ട്. അതും ഈ ട്രോള് പോയി കുറെ ട്രോള് പോയി ആ സീരിയൽ. ഞാൻ പറഞ്ഞില്ലേ ട്രോള് ചേട്ടന്മാര് നീണാൽ വാഴട്ടെ എന്നൊക്കെ ഞാൻ ആലോചിക്കും. അതിനിടയിൽ ഞാൻ ആ കുഞ്ഞ് 3 ആ പോലീസ് സ്റ്റേഷനിൽ വരുന്നതും എനിക്ക് തോന്നുന്നു അഡ്മിഷൻ വരുന്നതും പിന്നെ ഒരു ചൂല് കൊണ്ട് ഒരു അടി. അത് ഞാൻ തിയേറ്ററിൽ പോയ സമയത്ത് അതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു സീനില് എനിക്ക് എന്തോ മെസ്സേജ് വന്നു. ഞാൻ മെസ്സേജ് നോക്കിയിട്ട് തിരിച്ച് ആ സീൻ അങ്ങ് പോയി. എന്റെ മോൻ പറഞ്ഞ അമ്മ ഇപ്പൊ വന്നിട്ട് പോയതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ചുമ്മാ അത് പോയി. പക്ഷെ അത് കൊള്ളായിരുന്നു. ഞാൻ പിന്നെയാണ് ഇതെല്ലാം കൂടെ 3 കൂടെ കോർത്തിണക്കി ഇവര് ട്രോള് ആക്കി. ആകെ ഇത്രയുള്ള സീനുകളാണ്. പക്ഷെ അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അവരെന്നെ ആ ക്രൂവിന്റെ കൂടെ എങ്ങനെയുണ്ടായിരുന്നു? എന്താ ആ ക്രൂവിന്റെ കൂടെ എനിക്കിഷ്ടമായിരുന്നു. അവര് ബേസില് നേരത്തെ ഞാൻ ഫാമിലിയിൽ ബേസിലുമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ബേസിലിനെ കാണണമെന്നോ ഒന്നിച്ച് വർക്ക് ചെയ്യണമെന്നോ ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ബേസിലിനെ വിളിക്കണം. എന്റെ ഫാമിലിയിൽ ആ സീൻ എടുത്ത് പേജിലൊക്കെ ഇട്ടു, ഇൻസ്റ്റാ പേജിൽ. അപ്പൊ ബേസിലിന് ഒരു താങ്ക് യു പറയണമെന്നൊക്കെ. ഇവിടെ ബേസിലിനെ കാണാൻ ഇങ്ങനെ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. വിളിച്ചപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. ബേസിന്റെ പ്രൊഡക്ഷൻ എന്നാണ് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടേ നല്ല ടീമായിരുന്നു. അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് ഞാൻ പോയപ്പോ എല്ലാവരും അതെനിക്ക് ഭയങ്കര നല്ല അനുഭവമായിരുന്നു കേട്ടോ. ഞാൻ പോയ എനിക്ക് തോന്നുന്നു 3 ദിവസം എങ്ങാണ്ട് എനിക്കത് ഷൂട്ട് ഉള്ളുവായിരുന്നു. മൊത്തത്തില് അവസാനത്തെ ദിവസം എല്ലാവരും ക്രൂസും ഡയറക്ടറും ഒക്കെ ഒന്നിച്ച് കൈയടിച്ച് ഭയങ്കരമായിട്ട് എനിക്കത് ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ വാഴ കഴിഞ്ഞു പോയപ്പോഴും അവിടെ വാഴയുടെ ഷൂട്ടിന്റെ തലേന്ന് ഇങ്ങനെ റെജിവാൻ ഇങ്ങനെ നാളെ ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ ഒരു മാസം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ എന്റെ പേര് പറഞ്ഞിട്ട് നമ്മുടെ റീനി ചേച്ചി നാളെ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് അങ്ങ് സങ്കടം വന്നു. ഇതും ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും കൈയടിച്ചിട്ടേ എന്നെ ഭയങ്കരമായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ ഇന്ന് കൂടെയല്ലേ ഉള്ളൂ, ലാസ്റ്റ് ഡേ ആണ് ഷൂട്ടിന്റെ അന്ന്. എല്ലാവരും ഒന്നിച്ച് കൈയടിച്ച് ഭയങ്കര അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഇപ്പോ മറ്റേ നമ്മുടെ ശ്രീനാഥ് വാസിയുടെ കൂടെയാണ്. ശ്രീനാഥ് വാസിയുടെ ഒരു തിരിച്ചുവരവ് ഈ ഒരു മൂവിയിലൂടെയാണ്, കറക്കത്തിലൂടെ. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ കൂടെ? നല്ല ഒരു ഇതായിരുന്നു. ശ്രീനാഥ് ബാസി ഭയങ്കര കെയർ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആളിന്റെ കൂടെ വർക്ക് ചെയ്തത്. അപ്പം മറ്റേ ആ തീയിലൊക്കെ ഹോമോ ഒക്കെ ചെയ്യുന്ന സീനില് ചേച്ചി ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് ചെയ്യണം. പിന്നെ അവരുടെ അടുത്ത് പറയും, AD കുട്ടികളുടെ അടുത്തൊക്കെ പറയും സൂക്ഷിച്ച് ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള നല്ലൊരു കെയറിങ് ഉള്ള ഒരാളാണ്. നല്ല ഞാനത് എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പം ശ്രീനാഥ് മാത്രമല്ല എല്ലാവരും എനിക്ക് തോന്നുന്നു നല്ല ആൾക്കാരാണ്. ഹാഷിറായാലും മറ്റേ എല്ലാവരും ഇപ്പോഴും നമ്മൾ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അസീസൊക്കെ വ്യസന സമയത്തിൽ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് സൗഹൃദങ്ങളും ഉണ്ട്. വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എല്ലാവരും. ഇപ്പൊ ഈ നാഗചേച്ചിയുടെ ഫാനാണെന്ന് പറഞ്ഞല്ലോ. മറ്റേ ആ ഒരു ക്യാരക്ടറിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഞാൻ കൊറേ ഇങ്ങനെ അവരുടെ റീൽസ് കണ്ടോണ്ടിരിക്കും. അത് ഇപ്പോഴും കാണും. എനിക്ക് ഇഷ്ടമാണ്. ആ ചെറിയൊക്കെ വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിക്കും എനിക്ക് എങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ വിളിക്കും. അവരായിട്ടൊക്കെ മാറും ഞാൻ ചില സമയത്ത്. എനിക്ക് അത്രയും ഇഷ്ടമാണ്. അവര് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല അതിന് ശ്രമിച്ചിട്ട്. പിന്നെ ഇപ്പൊ ഞാൻ ഈയിടയ്ക്ക് ഞാൻ അറിഞ്ഞ നമ്മുടെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് സന്തോഷ് ട്രോഫിയിലേക്ക്. അപ്പൊ സന്തോഷ് ട്രോഫിയിലെ ഒരു നാഗസൈരേന്ദ്ര രാജേഷ് ഇടയ്ക്ക് പറയുന്നതായിട്ട് നാഗസൈരേന്ദ്രയുടെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഇപ്പൊ അവര് പിന്നെ സ്ക്രിപ്റ്റ് റീവർക്ക് ഒക്കെ ചെയ്തത് എഡിറ്റ് ചെയ്തപ്പോ ആ ക്യാരക്ടർ അങ്ങ് പോയി. അപ്പൊ അതിലേക്ക് എന്നെ അവര് വിളിക്കാൻ ആലോചിച്ചു. വീണ്ടാസ് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ചേച്ചി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് സന്തോഷമായി.
ഓക്കെ, ഇനി അതുപോലത്തെ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇരു കൈ നീട്ടി സ്വീകരിക്കും അല്ലേ? ഓക്കെ. ഇപ്പൊ ബേസിലേട്ടന്റെ കൂടെ ഫാലിമി ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അതിരടിയും ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ബേസിലേട്ടൻ? നമുക്ക് എല്ലാവർക്കും അറിയാം ഫാലിമില് ഞങ്ങളൊരു 4-5 ദിവസം ഒന്നിച്ചുണ്ടായിരുന്നു. അന്ന് നന്നായിട്ട് സംസാരിക്കുകയും ഭയങ്കര കൂട്ടൊക്കെ ആയിരുന്നു. ആദ്യത്തെ പ്രാവശ്യമില്ലേ, അങ്ങനെ ഒരു വലിയ ഇതില്ലെങ്കിലും നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഫാലിമി കഴിഞ്ഞതിന് ശേഷം അതിനിടയ്ക്ക് വ്യസന സമേതം ബന്ധുമിത്രാദികളൊക്കെ ബേസിൽ കണ്ടുവന്ന് പിന്നെ പറഞ്ഞു. അതിനുശേഷം ഇപ്പൊ അതിരടി എന്താണ് നേരിട്ട് കാണുന്നത്. അപ്പം ഞാന് എപ്പോഴും ഫാലിമിയിലൊക്കെ കോസ്റ്റ്യൂം ഇട്ടിട്ടല്ലേ സാരി ഉടുത്ത ആ ഒരു ഇതാണ് ബേസിലും ഇങ്ങനെ വിചാരിച്ചിരുന്നത്. അപ്പൊ ഞാന് അതിരടിയുടെ ഷൂട്ടിന് പോയപ്പോ ആദ്യത്തെ ദിവസം ഞാൻ കോസ്റ്റ്യൂമും സാരിയൊക്കെ ഉടുത്തിട്ട് മറ്റേ മാമി കുഞ്ഞമ്മ റോളാണ്. അപ്പൊ ഞാന് പോകുന്നതിന്റെ അന്ന് ഞാൻ ജീൻസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ എപ്പോഴും ഇടുന്ന അപ്പൊ ബേസിന് ഭയങ്കര അത്ഭുതം, ഇതാണ് ചേച്ചി എപ്പോഴും ഇങ്ങനെയാണ് നടക്കണത്, എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് നടക്കണതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അതിശയമായിരുന്നു ആളിനെ. നല്ല അതാണ്, നല്ല ഇനി ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മള് ബേസിൽ ഇങ്ങനെ പറഞ്ഞു ഇനി നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റട്ടെ. അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ ചേച്ചിയുടെ സ്റ്റാറ്റസ് ഒക്കെ നോക്കി കഴിഞ്ഞാല് എപ്പോഴും കൊറേ ട്രെയിൻ പോലെ ഇങ്ങനെ നല്ല നല്ല ഫോട്ടോസ് ഒക്കെ ഇട്ടായിരുന്നേ. ഞാനാണെങ്കിൽ എനിക്കൊരു പ്രശ്നമുള്ളത്, എവിടെ പോയാലും ഞാൻ എവിടെയും ദിവസവും എവിടെയെങ്കിലും നല്ല സന്തോഷത്തോടു കൂടി രാവിലെ ഇറങ്ങുമ്പോ എവിടെയെങ്കിലും പോയ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ചെന്നാലും ഞാനൊരു ഫോട്ടോ എടുക്കില്ല, ആരെങ്കിലും കൊണ്ട് എടുപ്പിക്കും എന്തൊരു ഫോട്ടോ എടുത്തോ. എന്നിട്ട് എന്റെ ഏറ്റവും വലിയ ഹോബി അതാണ്. എന്നിട്ട് ഞാൻ എന്നും സ്റ്റാറ്റസ് ഇടും. ആദ്യമൊക്കെ 80കളുടെ പാട്ടൊക്കെ ഇടും. അപ്പൊ എല്ലാവരും കളിയാക്കും. എനിക്കതൊക്കെ ഇഷ്ടമാണ്. എന്നിട്ട് അപ്പൊ കുറെ സമയമേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ. ഞാൻ എന്നും ഫോട്ടോ എടുക്കുന്ന ആളാണ്. ദിവസം ഫോട്ടോ എടുക്കും. ഇപ്പൊ ഫോട്ടോ എടുക്കുന്ന ആളാണെന്ന് പറഞ്ഞു. ഇപ്പൊ ലൊക്കേഷനിൽ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കുമല്ലോ, അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അങ്ങനെ ലൊക്കേഷനിൽ എപ്പോഴും നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. ചിലപ്പോ കോസ്റ്റ്യൂമിലൊക്കെ ഞാൻ എന്റെ ഫോട്ടോയാണ് ഞാൻ എടുക്കുന്നത്, ഒറ്റയ്ക്കുള്ള ഫോട്ടോകൾ. പിന്നെ ചിലപ്പോ എനിക്ക് തോന്നും ആരെങ്കിലും കൂടെ ഒക്കെ എടുക്കണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് എടുക്കും. പിന്നെ അവരെയും ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ, അവരും തിരക്കിലായിരിക്കും. സമയം കിട്ടുമ്പോ ഇപ്പം ബേസിൽ അങ്ങനെ നമ്മള് സമയം കിട്ടുന്ന സമയത്ത് എടുക്കണം എന്ന് വിചാരിച്ച എടുക്കും. അല്ലാതെ ദിവസം എടുക്കുന്ന ഫോട്ടോകൾ എന്റേതാണ്. രാവിലെ എടുക്കും, ഉച്ചക്ക് എടുക്കും. അതിന് ഫേവറേറ്റിൽ കൊടുത്തിരിക്കുന്നത് ഏറ്റവും നല്ല പിക്ക് ചെയ്തായിരിക്കും. അങ്ങനെയൊന്നുമില്ല, എന്റെ എല്ലാ ഫോട്ടോകളും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ തന്നെ ചില സമയം ഞാൻ നല്ല സ്വഭാവമായിട്ടിരിക്കുമ്പോ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് ഞാൻ ഭയങ്കര മോശ സ്വഭാവമാണ്, എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടില്ല. ശരിക്കും ചേച്ചി എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളാണ്. അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ, എന്റെ കൂടെ ഉള്ളവരൊക്കെ അറിയാവൂ ഞാൻ എന്താണെന്ന്. ഇതല്ലാണ്ട് വേറൊരു ചേച്ചി ഉണ്ടോ? വേറൊരു ചേച്ചിയൊക്കെ ഉണ്ട്. കാരണം എനിക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കാനാണ് ഇഷ്ടം. ചില സമയത്ത് ഞാൻ ഭയങ്കര എനിക്ക് തന്നെ അറിഞ്ഞൂടാ, മൂടിങ്ങനെ രാവിലെ ഒരു മൂടായിരിക്കും. രാവിലെ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ ഏജൊക്കെ ഇങ്ങനെ ഒരു ഹോർമോൺ ചേഞ്ചിലേക്ക് ഒരു സമയമാണ്. രാവിലെ ഉള്ള മൂടായിരിക്കില്ല എനിക്ക് ഉച്ചക്ക്. രാവിലെ ഞാൻ ഭയങ്കര കരഞ്ഞുകൊണ്ടിരിക്കും, ഉച്ചക്ക് ഞാൻ ചിരിക്കും. രാത്രി വേറൊരു മൂടായിരിക്കും. അപ്പൊ ഞാൻ പിന്നെ തിരിച്ചു നോക്കാൻ ഞാൻ തന്നെയാണ് നേരത്തെ ഇത് കാണിച്ചത്. ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടില്. മോന് പഠിക്കാനായിട്ട് കോഴിക്കോട് പോയി. അപ്പം അവനുള്ളപ്പം അവന്റെ ടെൻഷൻ കുറെ എന്റെ ചുമറ്റാണ്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് വർക്കൊന്നും ഇല്ലാത്ത സമയത്ത് ഈ സാധനം വരും, മൂട് ഗ്രാമം വരും. അങ്ങനെയാണോ? ഉച്ചക്ക് വേറൊരു സ്വഭാവമായിരിക്കും. രാത്രി കുറച്ച് അപ്പൊ ഞാൻ വിചാരിക്കും ഈ ഉച്ചക്കുള്ള ഈ സ്വഭാവം വൈകിട്ട് വരെ കീപ്പ് ചെയ്യണം കുറച്ച്, അല്ലെങ്കിൽ വൈകിട്ട് 2 ദിവസം അത് മുന്നോട്ട് കൊണ്ടുപോകണം. വൈകിട്ടാവുമ്പോഴത്തേക്ക് പിടിച്ചാ പിടി കിട്ടൂല. വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ മറക്കും കേട്ടോ. വർക്ക് ചെയ്യുമ്പോ ഇതൊന്നും ഈ പണിയൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം. ഹോർമോൺ ഗുളിക കഴിക്കുന്നു അതൊക്കെ പറഞ്ഞ് ഡിപ്രഷൻ. വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വേറെ ഒന്നും. അതെ. ഇപ്പൊ ശരിക്കും ചേച്ചിക്ക് കോമഡി ചെയ്യാനാണോ ഇഷ്ടം, അതോ സീരിയസ് കഥാപാത്രം ചെയ്യാനാണോ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, കിട്ടുന്നത് എന്താ ചെയ്യും, വന്നാ മതി എന്തേലും ഒക്കെ. അങ്ങനെയൊന്നും പറയാറേ ആയിട്ടില്ല. ഏതും കൈകീട്ടി സ്വീകരിക്കും. എനിക്ക് തോന്നുന്നു കോമഡി ചെയ്യാനാണ് കുറച്ചുകൂടി കോമഡി. എന്നെ അറിയാവുന്നവർക്കൊക്കെ ഞാൻ കോമഡി ചെയ്യുന്നതാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് കുറച്ച്
സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. സീരിയസ് ആയിട്ട് ഇപ്പൊ എന്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റും? ഞാൻ ഇപ്പൊ സീരിയസ് അല്ലേ? ഇവന്റെ മൂഡ് വേറെയാണ്. കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ എല്ലാവരും പറയുമായിരുന്നു എന്റെ അടുത്ത്, നീ ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും നീ ഒരുപാട് അങ്ങ് ചിരിക്കരുത് നീ ഇങ്ങനെ. അപ്പൊ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിന് പോയപ്പോ ആ പയ്യന് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഉത്തരം കൊടുത്തു. ചിരിച്ചില്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഇത്തവണ കയ്യിൽ നിന്ന് വിട്ടു. ഇതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് അങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കാൻ അറിയില്ല. ആ ഇന്റർവ്യൂവിൽ ഞാൻ ചിലപ്പോ ആലോചിക്കും ഞാൻ തന്നെയാണ്. അത് ഞാൻ ഒരു 4-5 പ്രാവശ്യം കണ്ടു. അത് സി കേരള. അതില് ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ മനഃപൂർവ്വം അങ്ങനെയൊക്കെ ഇരുന്നിട്ടേ ഇന്ന് കയ്യിന്ന് പോയി. പ്രിയ കണ്ടോണ്ടായിരിക്കും. അയ്യോ ഓക്കെ. ചേച്ചി ഇപ്പൊ ചേച്ചി ചെയ്യുന്ന സിനിമകള് ടിവിയിൽ വന്നു കഴിഞ്ഞാ എല്ലാവരും കാണുമോ? ആദ്യത്തെ ഒക്കെ കാണുമായിരുന്നു, ഫാലിമയൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. ആ സീന് മാത്രം, മറ്റൊന്നും കാണില്ല. ആ സീന് മാത്രം കണ്ടോണ്ടിരിക്കും അടിച്ചിട്ട്. ഇപ്പൊ പിന്നെ സിനിമ കാണാറ് പോലുമില്ല. ഞാന് ആദ്യമൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു സിനിമ. ഞാൻ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ ഇത് വരുന്ന നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്നോണ്ടായിരിക്കും അങ്ങനെ ഒന്നും കാണാനായിട്ട് അങ്ങനെ തോന്നൂല. തോന്നണല്ല, അങ്ങനെ ഒരു ആദ്യത്തെ ഒരു ആവേശം കിട്ടില്ല. ഇപ്പൊ എന്നാലും ഞാൻ കാണും കേട്ടോ. എന്റെ സീനുകൾ എടുത്ത് ഞാനിങ്ങനെ ചെയ്തൊക്കെ കാണും. അതെന്റെ ഒരു ആത്മരതിയാണ്. വേറൊന്നും കാണില്ല, എന്റെ സീൻ മാത്രം ഞാൻ കാണും. ഓക്കെ. അതെല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും, എന്നിട്ട് ആരും പറയൂലേ ഉള്ളൂ. ഞാനും റീലിട്ട് ഞാൻ തന്നെ ഒരു 10 പിന്നെ എല്ലാവരും അത് ചെയ്യും. പിന്നെ പറയുമ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയും. എല്ലാവർക്കും അങ്ങനെയുള്ള ആത്മരതിയൊക്കെ ഉണ്ട്. സ്വന്തം ഫോട്ടോ തിരിച്ചു നോക്കുക, സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാമില് മറ്റേ പിന്നെ എത്ര ലൈക്ക് കിട്ടും, ഞാൻ നോക്കും. ഞാൻ അപ്പൊ തന്നെ നോക്കും. എന്റെ കൂട്ടുകാർക്ക് പിന്നെ നിനക്ക് വേറെ പണി. ഞാനും ഇവിടെ ഉള്ളവർ പറയൂ ഞാൻ ഇൻസ്റ്റയിൽ ഫോട്ടോ പോയി ലൈക്ക് അടിക്കുക. ഞാനിങ്ങനെ എത്ര ലൈക്ക് വന്നെന്ന്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും നിനക്ക് വേറെ പണിയില്ലേ, ഫോട്ടോ ഇട്ടിട്ട് ലൈക്ക് നോക്കെ. പിന്നെ എന്തോന്ന് ഞാൻ വിചാരിക്കും ലൈക്ക് കുറയുമ്പോ വിചാരിക്കും നിനക്കൊക്കെ വേറെ പണിയില്ലേ, 2 ലൈക്ക് തന്നൂടെ എനിക്ക് എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. അയ്യോ ദൈവമേ, ഞാൻ ഇതുപോലെ ഇങ്ങനെ ചിരിച്ച് ഒരു ഇന്റർവ്യൂ ഞാൻ ചെയ്തിട്ടാണ് ആദ്യമായിട്ടാണ്. അപ്പൊ ഇത് വരുമ്പോ ആൾക്കാർ വിചാരിക്കും പുറത്ത് കാണിക്കാൻ കൊള്ളാമോന്നോ. എല്ലാം നോക്കിട്ട് എനിക്ക് കൂടെ അയച്ചിട്ടാ മതി. ഓക്കെ. അമ്മയിൽ അംഗം കൊടുത്തിട്ടുണ്ടോ? അംഗത്വം ഇല്ല. എന്തുകൊണ്ട് സംഘടന? അമ്മയിലൊരു സംഘടനയിൽ എനിക്ക് അംഗം വേണ്ട, അംഗത്വം വേണ്ട. എനിക്ക് 5-6 സിനിമ മര്യാദക്ക് ചെയ്തിട്ട് എങ്ങോട്ടെങ്കിലും പോയി കിട്ടാതിരിക്കുമ്പോ മര്യാദക്ക് വീട്ടിൽ ഇരുന്നാ മതി. ഇപ്പൊ അതിനകത്ത് കുറെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എനിക്കൊരു അഭിപ്രായമില്ല. കാരണം അത് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, ഞാൻ ആളായിട്ടില്ല. അതുകൊണ്ടൊന്നും അഭിപ്രായമില്ല. അതെ. അപ്പൊ ചേച്ചി പറഞ്ഞു വെറുതെ ഇരിക്കുന്ന ടൈമിൽ എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നു. അപ്പൊ ആ ടൈമിൽ ആ മൂഡ് മാറ്റാൻ വേണ്ടിട്ട് എന്താ ചെയ്യാ? പടം വരയ്ക്കുവോ? എങ്ങനെയൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് എന്റെ കരച്ചിലെല്ലാം എന്റെ ജീവിതം എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. അത്രേ ഉള്ളൂ. അപ്പൊ ഫ്രണ്ട്സ് ശ്രമിക്കും ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോവാനും. എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എനിക്ക് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാനും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ കുറച്ച് ഞാനിങ്ങനെ സ്റ്റിച്ചിങ്ങിന്റെ ഒക്കെ കുറച്ചൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പം എനിക്ക് നല്ല ഡ്രസ്സ് ഇടാനും എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് ഡ്രസ്സ് എടുക്കാനും നോക്കാനും വെറുതെ നോക്കി അങ്ങനെയൊക്കെ നന്നായിട്ട് ഒരുങ്ങാനല്ല, എനിക്ക് നന്നായിട്ട് ഒരുങ്ങി നടക്കുന്നവരെ കാണാൻ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും മേക്കപ്പ് ഒന്നും, എന്നാലും നല്ല കമ്മലൊക്കെ വാങ്ങുക, ഇട്ടുകൊണ്ട് പോവുക, നല്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് വരുമ്പോ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിട്ടൊക്കെ വെറുതെ കടകളിലൊക്കെ പോയി വാങ്ങി അല്ലെങ്കിൽ കടകളിലൊക്കെ പോയി നോക്കിയൊക്കെ ചെയ്ത് കുറെ നേരം കഴിയുമ്പോഴത്തേക്ക് അതെ. ഇപ്പൊ ചേച്ചി ചെയ്തിരിക്കുന്നതില് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? അങ്ങനെ പറഞ്ഞാൽ എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ഇഷ്ടമാണ്. ഉഷ മാമി ആണെങ്കിൽ ഒരു ഒതുങ്ങിയ എനിക്ക് ഇഷ്ടമാണ്. ഉഷ അത് കാണുമ്പോ ഒരു സുഖമാണ്. ഗിരിജ കാണുമ്പോഴത്തേക്ക് എല്ലാവരും എന്നെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്ന ഗിരിജ മാമിയാണ്. എനിക്കും ഇഷ്ടമാണ് ഗിരിജ മാമിയെ. എനിക്ക് ആ മറ്റേ സീൻസ് ഒക്കെ അമ്മാവന്റെ കൂടെ സംസാരിക്കുന്നതും മറ്റേ ആരെന്ന് പറയാന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യനുമായിട്ടൊക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഗിരിജ മാമി ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് ചെയ്തതാണ്. കാരണം അതുപോലത്തെ മാമിമാര് എനിക്ക് ചുറ്റുമുണ്ട്, എനിക്ക് അറിയാവുന്ന മാമിമാര്. അപ്പൊ അവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സില്. അവര് സംസാരിക്കുന്നത്, റോഡിൽ കൂടെ പോണ ആൾക്കാരെ വരെ പിടിച്ചു നിർത്തി വിടാതെ, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഗിരിജ മാമി. പിന്നെ
സിസ്റ്ററിനെ എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അങ്ങനെയുള്ള ആൾക്ക് സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം എനിക്കിഷ്ടമാണ്. ഞാനും പഠിച്ചത് ഒരു കോൺവെന്റ് സ്കൂളിലായിരുന്നു. അപ്പൊ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഒരു കഥാപാത്രത്തെ. ഇപ്പൊ ചേച്ചി ഇങ്ങനെ പുറത്തൊക്കെ പോയി നിൽക്കുമ്പോ ചേച്ചി റീന ചേച്ചി അല്ലേ എന്ന് പറഞ്ഞു ഒരുപാട് പേരുണ്ട്. ഭയങ്കര സന്തോഷമാണ്. ഇപ്പം പഴയതുപോലെ അല്ല, ഒരുപാട് പേര് വന്ന് സെൽഫി. ഞാൻ പിന്നെ ചാനലിലും കൂടെ കൗമുദിയിൽ ഞാൻ ക്ലീഷേ എന്ന് പറഞ്ഞിട്ടൊരു ഇത് ചെയ്യുന്നുണ്ട്. അലിയൻസിന്റെ ഡയറക്ടറാണ് എന്റെ ഡയറക്ടർ. പിന്നെ മനോരമയിൽ ചെയ്തില്ലേ, സിറ്റ്കോം ഒക്കെ ചെയ്തതിന് ശേഷം ഒരുപാട് പല തരത്തിലുള്ള ആൾക്കാര് നമ്മളെ ഇത് ചാനൽ മാത്രം കാണുന്ന ആൾക്കാരുണ്ട്, വീട്ടമ്മമാരൊക്കെ. അപ്പൊ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ ഭയങ്കര ഇതായിട്ട് അങ്ങനെയുള്ള ആൾക്കാർ വരും. പിന്നെ സിനിമ കാണുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾ ഒരുപാട് പേര് വാഴയൊക്കെ കണ്ടതിന് ശേഷമൊക്കെ വന്നിട്ട് ഒരുപാട് പേര് വരണുണ്ട്. എനിക്ക് സന്തോഷമാണ് അങ്ങനെ അവര് വന്ന് സെൽഫി എടുക്കുമ്പോഴത്തേക്ക്. അവര് സെൽഫി എടുക്കുമ്പോ നമുക്ക് നോക്കാൻ പറ്റൂലല്ലോ, നമ്മുടെ പോകും ശരിയാണ്, ഒന്നുകൂടെ ഒന്ന് എടുക്കുമെന്ന് ചോദിക്കാൻ പറ്റൂലല്ലോ. അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെ, ഞാനൊരു ഫോട്ടോജനിക് ആയതുകൊണ്ടല്ലേ. ഇപ്പൊ അതുപോലെ തന്നെ ഇനി ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ക്യാരക്ടേഴ്സ് ഏതൊക്കെയാ? അങ്ങനെയൊന്നുമില്ല, ഏത് ക്യാരക്ടർ ചെയ്യാമെന്ന് വിളിച്ചാലും പോവും നന്നായിട്ട്. എനിക്ക് എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു സീനാണെങ്കിൽ അതിൽ എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റിയാൽ അത് വലിയ കാര്യമാണ്. അത്ര മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അങ്ങനെ ഒരു നല്ല ക്യാരക്ടർ ആണെങ്കിലും അത് ചിലപ്പോൾ കുഞ്ഞു വന്നു പോകുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ എത്തപ്പെടാൻ പറ്റിയാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. അതെ, ഇപ്പൊ പുതിയൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ എങ്ങനെ എന്തായി ഷൂട്ടൊക്കെ കാര്യങ്ങൾ? ഷൂട്ട് ഇന്നലെ തൊട്ടാണ് തുടങ്ങിയത്. ഇന്നലത്തെ എനിക്ക് കഴിഞ്ഞു. ഇനി 14 തൊട്ടാണ് ഷൂട്ട്. നല്ല ടീമാ. ഗണപതി നമ്മുടെ വാഴയിലെ അമീൻ എന്ന് പറഞ്ഞിട്ട് അമീന് ഒക്കെയാണ് അതിലുള്ളത്. പിന്നെ ഒരു പയ്യനുണ്ട്. ഇവര് 3 പേരുമാണ് ഇതില്. അവന്റെ പേര് ഞാൻ വിട്ടു. 3 പേരുമാണ് ഇതിൽ മെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആരുടെ കൂടെ അഭിനയിക്കാനാ താല്പര്യം? അങ്ങനെയൊന്നുമില്ല, ഞാൻ റെഡിയാണെന്നല്ലേ. ഓക്കെ, ഇത്രയും നാളത്തെ അഭിനയ ജീവിതത്തിൽ 92 അഭിനയം തുടങ്ങിയതാണ്, ഇതിപ്പോ 2026 ആയിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് ലൈഫിൽ വന്നിട്ടുള്ളത്? ലൈഫിൽ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു സ്ഥലത്താണ് ഞാനിപ്പോ എത്തി നിൽക്കുന്നത്. കാരണം ഞാൻ ഒരിക്കലും സിനിമ ഞാൻ ചെയ്യുമെന്നൊന്നും, ഞാൻ നാടകങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോഴും ഞാൻ സിനിമയൊക്കെ ഞാൻ വിദൂരമായിട്ടുള്ള ഒരു ഇതായിരുന്നു. ഞാൻ സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നും അങ്ങനെ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ സത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്കൊന്നും സിനിമയിലൊന്നും വരാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ നാടകം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും മോനൊക്കെ കുറച്ച് വലുതായതിനു ശേഷം വന്നപ്പോൾ ഷോർട്ട് ഫിലിംസ് ആണ് ഞാൻ ചെയ്തത്. ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നില്ല സിനിമ ചെയ്യുമെന്നോ ഒന്നും ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണ് എപ്പോഴോ അന്താക്ഷരിയാണ് ആദ്യത്തെ വെടി വന്നത്. അങ്ങനെ പിന്നെ 1-2 ഡിവോഴ്സ്, പിന്നെ കാദീശോ, അതിലൊക്കെ നല്ല ക്യാരക്ടർ. കാദീശോയിലൊക്കെ അതൊരു ആർട്ട് ഫിലിമാണ്. നമ്മുടെ പ്രദീപ് ചെറിയാൻ എന്ന് പറഞ്ഞ് ജോൺ എബ്രഹാം സാറിന്റെ സിസ്റ്ററുടെ മോനാണ് അതിന്റെ ഡയറക്ടറായിരുന്നു. അതൊക്കെ ചെയ്തപ്പോഴും ഞാൻ ഒരിക്കലും ഇങ്ങനെ നിൽക്കുള്ളൂ, അങ്ങനെ കുഞ്ഞു ഇത് ചെയ്ത് വരും ചെയ്യും എന്നൊക്കെ മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. ഫാലിമി വന്നതിന് ശേഷമാണ്. അപ്പോഴും ഞാൻ മറ്റേ എന്തൊക്കെ ചെയ്ത സമയത്തും എനിക്ക് അങ്ങനെ ഒരു പാഷനോ എനിക്ക് ഇനിയും ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. കാരണം ഇത് അറിയാലോ, നമുക്കിപ്പോ സിനിമ ലോകം എന്ന് പറഞ്ഞാൽ വേറൊരു ഇതാണ്. നമുക്ക് അറിയില്ല നമ്മള് വിളിക്കോ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഇതുണ്ട് അതിനകത്ത്. എവിടെയും എത്തപ്പെടാനൊന്നും നമുക്ക് അങ്ങനെ ഒരു ഇതില്ലല്ലോ. ഫാലിമി ചെയ്ത സമയത്താണ്, ഫാലിമിയിൽ ആ സീൻ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ, ഒരുപാട് പേരെന്നെ വിളിച്ചു, ഒരുപാട് ഭയങ്കര സന്തോഷമായിരുന്നു. അത് ചെയ്തതിന് ശേഷമാണ് എനിക്ക് സിനിമ ചെയ്യണം. പിന്നെ എനിക്ക് അങ്ങോട്ട് പിന്നിലോട്ട് ആലോചിക്കാൻ തോന്നിയില്ല. മുന്നിലോട്ട് കാരണം വേറെ വർക്കുകൾ, നല്ല വർക്കുകൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൃഷാന്ത് വിളിച്ചു എന്നെ. സോണി ലിവില് ഒരു വെബ് സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു കൃഷാന്ത്. ആ വെബ് സീരീസിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. ഞാൻ സഞ്ജുവിന്റെ അമ്മയായിട്ടാണ് അതിൽ ചെയ്തത്, സഞ്ജു ശിവറാമിന്റെ. അപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായി. ഫാലിമി കഴിഞ്ഞ് തൊട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് കൃഷാന്ത് വിളിക്കുന്നത്. പിന്നെ വിളികൾ വന്ന് തുടങ്ങി. അപ്പൊ മറ്റത് ഞാൻ എല്ലാവരും എൻ്റെ അടുത്ത് പറയുമായിരുന്നു, എന്റെ ഫ്രണ്ട്സൊക്കെ, നീ ഇങ്ങനെ വീട്ടിൽ ഇരുന്നാൻ പറ്റൂല, ആരെങ്കിലും വിളിക്കണം, നമ്മൾ ഇറങ്ങിയാലേ അത് ഇതാക്കാൻ പറ്റണം. ആരെ വിളിക്കും? രാവിലെ എണീറ്റ് എല്ലാ ഡയറക്ടേഴ്സിനെയും എനിക്ക് റോഡ് തരാൻ പറ്റില്ലല്ലോ.
അതൊരു ഇതല്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു വരണത് വരട്ടെ, അത്രേ ഉള്ളൂ എന്നുള്ളത്. പിന്നെ കൃഷ്ണാന്തിന്റെ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ സജിൻ ബാബുവിന്റെ തിയേറ്ററിൽ ഒരു ചെറിയ വേഷം ചെയ്തായിരുന്നു. ആ സമയങ്ങളിലാണ് വിപിൻ വിളിച്ചിട്ട്, വിപിനുമായിട്ട് കോണ്ടാക്ട് ചെയ്തു ഞാൻ. വിപിൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു നമ്മുടെ വ്യസന സമയത്ത്. അപ്പൊ വിപിൻ ഫാലിബി കണ്ടു, ചേച്ചി ഇങ്ങനെ ചേച്ചിക്ക് ഉണ്ട് ഒരു ക്യാരക്ടർ ഉണ്ട് ഇതിലെന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ വാഴ വന്നു. ഈ ഡയറക്ടർമാരെ കുറിച്ച്, അതായത് ഇത്രയും സിനിമകൾ ചെയ്ത ഡയറക്ടേഴ്സിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഓരോ ഡയറക്ടേഴ്സും ഓരോ ഇതാണ്, സ്വഭാവമാണ്. എനിക്ക് തോന്നുന്നു മിക്കവരും ഞാനുമായിട്ട് എല്ലാ ഡയറക്ടേഴ്സും, ഞാൻ അഭിനയിച്ചിട്ടുള്ള ഡയറക്ടേഴ്സും ഒക്കെ നല്ല സൗഹൃദത്തിലുമാണ്. പിന്നെ വിളിക്കും, കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇപ്പൊ നിരീഷ് ആയാലും സുഭാഷ്, വിപിൻ ദാസ് ഒക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട്. കാരണം എല്ലാവരും ഓരോ ഇതാണ്. ചിലർക്ക് ആ സമയത്തുള്ള ടെൻഷൻ കാരണം നമ്മളെ വഴക്ക് പറയും, ചിലരങ്ങനെയല്ല, ചിലർ മെല്ലെ സംസാരിക്കുള്ളൂ, ചിലർ കുറച്ച് ഇതായിട്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയല്ലേ, മനുഷ്യരെല്ലാവരും അങ്ങനെയാണല്ലോ. അങ്ങനെ എല്ലാവരും നല്ല ആൾക്കാരാണ്, എല്ലാവരും നല്ല ഡയറക്ടേഴ്സ് ആണ്. ഞാൻ അഭിനയിച്ചിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സും നല്ല ഡയറക്ടർ. അതെന്റെ ഒരു വലിയ ഭാഗ്യം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുമായിട്ടൊക്കെ നല്ല സൗഹൃദത്തിലും ആണ് ഞാൻ എപ്പോഴും. എപ്പോഴും നമ്മൾ വീഡിയോ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ആ ഒരു സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. അവരായാലും ആ ഒരു ഇത് വെച്ചിട്ട് എന്നെ വിളിക്കാറൊക്കെ ഉണ്ട്. എങ്ങനെയാ ഫാമിലി സപ്പോർട്ട്? ഫാമിലി എന്നെ ഭയങ്കര സപ്പോർട്ടാണ്. ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിക്കാലം മുതലുള്ള സപ്പോർട്ടുണ്ട്. എന്റെ അമ്മയും അച്ഛനും ഒക്കെ ആയാലും ഞാൻ തിയേറ്റർ ചെയ്യുമ്പോഴത്തേക്ക്, കാരണം എന്റെ ഒരു ചേച്ചിയുണ്ട്, എനിക്കൊരു അനിയനും ഉണ്ട്. അവരൊന്നും അങ്ങനെ ഒന്നും നാടകമോ സിനിമയോ ഒന്നും അവരങ്ങനെ തന്നെ. ഞാൻ മാത്രമാണ് എന്റെ വീട്ടില്. അമ്മാവൻ വഴിയാണ്, മാമൻ നല്ല ആക്ടറായിരുന്നു, ഡയറക്ടറായിരുന്നു. അപ്പം അമ്മാവൻ വഴിയായിരുന്നു ഞാൻ തിയേറ്ററിൽ വരുന്നത്. അപ്പം ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ സമയങ്ങളൊക്കെ. ഒരു 17-18 വയസ്സായ ഒരു പെൺകുട്ടി നാടകത്തിൽ ഇറങ്ങുന്നു. ആ സമയങ്ങളിൽ രാത്രി കാലങ്ങളിലൊക്കെ 12-1 മണി, ചിലപ്പോ വരാറില്ല. അടുത്ത ദിവസം റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ കിടക്കുന്നത്. എന്റെ മാമന്റെ വീട്ടിലായിരിക്കും ഞാൻ കിടക്കുന്നത്, ചിലപ്പോ ഫ്രണ്ട്സിന്റെ. അപ്പം അങ്ങനെയൊന്നും ഒരു വിലക്കുകളോ അങ്ങനെയൊന്നും അവര് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും അത് ആലോചിക്കുമ്പോഴേ എനിക്ക് അങ്ങനെയുള്ള പലപ്പോഴും അഭിനയിൽ വന്ന് പോയിട്ടുള്ള പല നടിമാരെയും അന്നത്തെ കാലത്ത് അവർക്കൊക്കെ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരിക്കും. 6-7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ടെൻഷനാണ്, വീട് വഴക്ക് പറയും. അപ്പൊ എനിക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ് ആ സമയത്ത്. ഞാൻ അവരെ കൊണ്ടാക്കാനായിട്ട് ഇവിടെ നിന്ന് ആരെങ്കിലും പോകുമ്പോ, ആണുങ്ങൾ ആരെങ്കിലും പോകുമ്പോ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകും. ഞാനും കൂടെയാണ് കൊണ്ടാക്കാനൊക്കെ നിൽക്കുന്നത്. അപ്പം എനിക്ക് ആ ഒരു ഇതില് ഭയങ്കര സപ്പോർട്ടാണ് എന്റെ വീട്ടുകാര്. മക്കൾ എനിക്കൊരു മോനുണ്ട്, അവൻ +2 കഴിഞ്ഞു. അവന് ഇപ്പം കോഴിക്കോടാണ്. അങ്ങനെയാണ്. ഇനി പുതിയതായിട്ട് ബോധിക്, വെറൈറ്റി പേര്. അതുപോലെ തന്നെ ചേച്ചിയുടെ പേരുണ്ട്. അവനൊരു സിനിമയും ചെയ്തിട്ടുണ്ട്, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ ആ 4 കുട്ടികളില് ഒരാളായിട്ട്. അത് ശരി. ഫാമിലി മൊത്തം ഇനിയിപ്പോ മോനെ നീ സിനിമയിലേക്ക് വരാനുള്ള ഒരു ചാൻസ് അല്ല. അവന് ഈ പറഞ്ഞ പോലെ അവന് ഓരോ ഇതാണ്, പിള്ളേരല്ലേ, അവർക്ക് അങ്ങനെ അവന് ഇഷ്ടമാണ്, ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ അങ്ങനെ അവന് ഇഷ്ടമുള്ള ചെയ്യട്ടെ, നല്ലത്. അതെ, തീർച്ചയായിട്ടും. ഒരു അമ്മായി എന്ന നിലയിൽ എങ്ങനെയാണ് റീന ചേച്ചി? അതിലെല്ലാം ഉണ്ട്. അമ്മ എന്നുള്ള നിലയിൽ ചിലപ്പോ വിചാരിക്കും ഞാനൊരു പരാജയമാണെന്നൊക്കെ വരെ വിചാരിച്ചിട്ടുണ്ട്. ഒന്നും പറയണ്ട. പ്രത്യേകിച്ച് ഈ 18 വയസ്സ് നമ്മുടെ വാഴ പോലെയൊക്കെ തന്നെയാണ് എന്റെ ജീവിതവും. അപ്പുറപ്പുറവും പ്രിൻസിപ്പാള് എന്നെ വിളിച്ച് പല കാര്യങ്ങളും ഓരോ പറയാറുണ്ടെന്നോ വിളിച്ചു വരുത്തി. ബൈബിള് നിവർത്തി വെച്ചിട്ടാണ് എന്റെ അടുത്ത്. അതുകൊണ്ട് എനിക്കത് അഭിനയിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട്. അത് ആ ഒരു ഇത് മാത്രം എന്റെ അടുത്ത് ചോദിക്കരുത്, അമ്മ എന്നുള്ളത്. പിന്നെ ഈ പ്രായമൊക്കെ ആയതുകൊണ്ട് പിള്ളേരല്ലേ, പ്രായതല്ലേ, അങ്ങനെയുള്ള അങ്ങനെ അവനെ കുറ്റം പറയണ്ട. അതെ, പറയണ്ട. ഇനി വരാനിരിക്കുന്ന പ്രോജക്റ്റ് ഏതാ ഉള്ളത്? ഇനി വരാന് ഒരു പ്രോജക്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിന്റെ ഡേറ്റ് ഒന്നും ഇതുവരെ ആയിട്ടില്ല. പൂജയൊക്കെ കഴിഞ്ഞു, ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ആൾക്കാർ ഇത് കാണുമ്പോൾ വിളിക്കുമായിരിക്കും. ഇനി നല്ല നല്ല ക്യാരക്ടറൊക്കെ വരട്ടെ ചേച്ചിക്ക്. ഇനിയും എന്താ പറയാ, ട്രോളന്മാരാണല്ലോ ചേച്ചീനെ എന്താ പറയാ, ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടി
വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതെ, അതേപോലെ ഇനിയും നല്ല നല്ല ക്യാരക്ടർ ചെയ്ത് ഇനിയും സിനിമയിൽ വലിയൊരു സ്റ്റാറായി വരട്ടെ. എനിക്ക് വയ്യ. അപ്പൊ ചേച്ചിയുടെ ഇത്രയും ടൈം നമുക്ക് വേണ്ടി തന്നതിൽ ഒരുപാട് 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 സന്തോഷമുണ്ട്. ഒരുപാട് 2 കാലിനാണ് ട്രെയിൻ, അപ്പൊ ഒരുപാട് സമയമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഇനിയും ഒരുപാടുണ്ടാവട്ടെ വരും കാലങ്ങളിലും. പിന്നെ എല്ലാവരും എന്റെ സിനിമകളും എല്ലാ സിനിമകളും കാണണം. ഈ പറഞ്ഞ പോലെ റിവ്യൂ നോക്കിയൊന്നും കാണണ്ട. എല്ലാവരും സന്തോഷമുണ്ട് എന്നെ ഇവിടെ വിളിച്ചതില്, പ്രിയയ്ക്ക് പ്രത്യേകിച്ച്. പിന്നെ എല്ലാവരും സിനിമ കണ്ട് വിജയിപ്പിക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവർക്കും ഏകദേശമൊക്കെ കുറച്ച് പേർക്കൊക്കെ ഒരു അറിയാം. ആ ഒരു സന്തോഷമുണ്ട്. അവരെന്റെ കാണുന്നുണ്ട്, ചാനലിലായാലും കാണുന്നു, ഓടി വന്ന് പറയുമ്പോഴൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. അത് എല്ലാ കാലത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്തായാലും ചേച്ചി അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.